നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ, താരനുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണേക്കാളും നല്ലത് എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അധികം ചെലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമാണ്. നല്ല റിസൾട്ടും ഉണ്ട്. ഓക്കെ, ഇതൊന്ന് കണ്ടുനോക്കിട്ടാ. ഈ സാധനം ഇതാ, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വയം വീട്ടിലുണ്ടാക്കിയതാണ്. എന്നതിന് ശേഷം ഞാൻ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് അറിയാം. ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന നല്ല എണ്ണ ഉണ്ട് ഇതിൽ. അതിൽ ഞാൻ വേറെയുള്ള സാധനങ്ങൾ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ സാധനങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതേമാതിരി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് തന്നെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനും പറ്റും. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇതിൻ്റെ എന്താ പറയുക, എൻ്റെ സ്കിന്നിൽ വരെ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നല്ല മുടി കൊഴിച്ചിലും ഇല്ല, താരനും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എൻ്റെ മുടി നിങ്ങൾക്ക് കണ്ടാലറിയാം, നോക്കിക്കോളി. ഉണ്ടാ, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മുടി ഉണ്ടാ, മുടി കൊഴിച്ചിലോ താരനോ ഒന്നുമില്ല. ഞാൻ ഇന്നും രാവിലെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ആദ്യം കുറച്ച് നെല്ലിക്ക വാങ്ങാം. സാധാ നെല്ലിക്ക നമ്മളെ ലുലുവിലും കാര്യങ്ങളിലൊക്കെ കിട്ടും, നമ്മളിവിടെ ഗൾഫിലുള്ളവർക്ക്. നെല്ലിക്ക വാങ്ങുക. അതിനുശേഷം ആ നെല്ലിക്ക എന്ത് ചെയ്യുക, നല്ല ഉണക്കുക. ഉണക്കിയതിന് ശേഷം നല്ല എന്താ പറയുക, നല്ല നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കുക. എന്നതിന് ശേഷം അതിൽ കുറച്ച് കരിഞ്ജീരകല്ലേ, കരിഞ്ജീരകം എടുക്കുക. കരിഞ്ജീരകം ഇതേമാതിരി തന്നെ ആദ്യം വറുക്കുക. എന്നതിന് ശേഷം അത് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എനിക്കിപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണിക്കാനുള്ള സാധനം ഇവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടും നെല്ലിക്ക എൻ്റെ കയ്യിലില്ല. കരിഞ്ജീരകം ഇവിടെ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. നെല്ലിക്ക ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാൻ നെല്ലിക്ക കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വെള്ളിയാഴ്ച പോയപ്പോൾ എനിക്ക് ലുലുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് സാധനം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കി വെക്കണം. അപ്പോൾ ആ നെല്ലിക്ക വാങ്ങിച്ചിട്ടിപ്പോൾ ഉണക്കിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, അത് നല്ല മിക്സിയിലിട്ട് പൊടിക്കുക. അതിന് ശേഷം അതേപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക, ഒരു 2, 3, 4 സ്പൂണ് എത്ര എണ്ണ ഉണ്ട് ആ എണ്ണയ്ക്ക് അനുസരിച്ചിട്ട്. ഇപ്പം നമ്മളൊരു 500 ഇപ്പോഴത്തെ ഒരു 500 ബോട്ടിലാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 4 വേണ്ട, ഒരു 3, ഞാൻ 3 എടുക്കലുള്ളൂ 500. ഒരു 500 ഒരു 3 സ്പൂണ് കരിഞ്ജീരകം എടുക്കുക, അത് വറക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നല്ല മിക്സിയിലിട്ട് നല്ല പൗഡർ ആക്കുക. പൗഡർ ആക്കിയതിന് ശേഷം നമ്മളെ കറ്റാർവാഴ എടുക്കുക. കറ്റാർവാഴൻ്റെ അതിൻ്റെ ഇതെടുത്തതിന് ശേഷം അതും എന്ത് ചെയ്യുക, ഇതിൽ മിക്സ് ആക്കുക. ഇതിലൊക്കെ കൂടി നല്ല പൊടിച്ചിടാം. ഇതിൽ മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഈ എണ്ണ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന എണ്ണ എന്ത് ചെയ്യുക, അതിലൊഴിക്കുക, ചട്ടിയിലൊഴിക്കുക. എന്നതിന് ശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ നെല്ലിക്കൻ്റെ പൗഡർ, കരിഞ്ജീരകം, കറ്റാർവാഴൻ്റെ ഇതൊക്കെ കൂടി എന്ത് ചെയ്യുക, 3 കൂടി അതിലേക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് ഇടുക. ആ തീ നല്ല എണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ടാവും. ആ എണ്ണ എന്താ ചെയ്യുക, ഓഫാക്കി വെക്കുക. എന്നതിന് ശേഷം ഇതതിലിടുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ വെക്കുക. അത് ഈ 500 എണ്ണ അതിൽ ഒഴിക്കണം കേട്ടോ, അതും കൂടി മറക്കരുത്. ഈ 500 എണ്ണ അതിൽ ഒഴിച്ചതിന് ശേഷം ആ ചട്ടി എണ്ണ അതിൽ ഇങ്ങനെ ചൂടായി വരുമ്പോഴാണ് ദുബായിക്ക് വിടേണ്ടത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ ചൂടായതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും സാധനം. ഈ സാധനം പോലെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ അതൊന്ന് രാവിലെ കുളിക്കണതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് തലയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുകയാണി. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. തലവേദന വരെ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നല്ല ഉഷാർ. തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. തലവേദനക്കും എല്ലാ കാര്യത്തിനും നല്ലതാണ്. മറ്റുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കണക്കാളും നല്ലത് നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് ചെയ്താൽ ഏറ്റവും നല്ലത്. നിങ്ങൾ ചെയ്ത് നോക്കി, നല്ല റിസൾട്ട് ഉണ്ട്. നല്ല എന്താ പറയുക, മുടി കൊഴിച്ചിലും ഇല്ല, താരനിൻ്റെ ഉണ്ടാ. ഞാൻ ഇന്ന് കാലത്ത് കുളിക്കണതിന് മുന്നേ ഉപയോഗിച്ചു. അതിന് ശേഷം ഒരു ക്രീമോ ഒന്നും ഞാൻ ഉപയോഗിക്കലില്ല, ഒരു സാധനം ഞാൻ ഉപയോഗിക്കലില്ല. വേണ്ട, മുടി നിൽക്കണുണ്ടല്ലേ, അത്യാവശ്യം എൻ്റെ മുടിയൊക്കെ നരച്ച മുടിയാണ്. പക്ഷെ ആ നരച്ച മുടി പോലും അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൻ്റെ ഇതുകൊണ്ട് ആ മുടി പോലും അറിയണില്ല. ഉണ്ടാ, ഞാൻ നുണ പറയല്ല, ശരിക്കും കണ്ടാലേ. അപ്പോൾ നിങ്ങളിത് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താളി, ഫോളോ ചെയ്യാൻ മറക്കല്ലിട്ടാ.